നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതോടെ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ വരുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാർ. മെമു വണ്ടികൾ ഓടിക്കാൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ശുപാർശ ചെയ്തത് ഇതിന്റെ ആദ്യപടി. വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്ന് സൂചന. ഒറ്റപ്പാലം പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായി നൂറുകണക്കിന് യാത്രക്കാർ. ജോലിക്കും പഠനത്തിനുമായി പോകേണ്ടവർക്ക് മറ്റു സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ലോകത്തിന്റെ ഗതിവിഗതികൾക്കൊപ്പം സഞ്ചരിക്കാൻ പുതുതലമുറയെ പ്രാപ്തരാക്കേണ്ടതുണ്ടെന്നും മന്ത്രി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കുലക്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് നവീകരണം തുടങ്ങാൻ തീരുമാനം. NHMന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് പ്രവൃത്തികൾ നടത്തും. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന് 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. പെരിന്തൽമണ്ണയിൽ അംഗൻവാടിക്കും വാഹനങ്ങൾക്കും ഭീഷണിയായ മതിൽ പൊളിച്ചുമാറ്റി പുതിയ മതിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. താലൂക്ക് സഭയിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയത്തിൽ ഇടപെടലുണ്ടായത് മലബാർ സിറ്റി ന്യൂസ് വാർത്തയെ തുടർന്നു. വിശദമായ വാർത്തകൾ നോക്കാം. വൈദ്യുതീകരണം പൂർത്തിയായി ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു വണ്ടികൾ ഓടിക്കാൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ശുപാർശ ചെയ്തതോടെ പ്രതീക്ഷയിൽ യാത്രക്കാർ. ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന എറണാകുളം ഷൊർണൂർ മെമു, കോയമ്പത്തൂർ ഷൊർണൂർ മെമു എന്നിവ നിലമ്പൂരിലേക്ക് നീട്ടാനാണ് ശുപാർശ. പുതിയ റെയിൽവേ ടൈം ടേബിൾ അനുസരിച്ച് പാതയിലെ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ വേണമെന്ന യാത്രക്കാരുടെ ഏറെക്കാലമായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടികൾ ഉണ്ടാകുന്നത്. പാതയിലൂടെ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതോടെ മെമു ട്രെയിനുകൾ ഉൾപ്പെടെ പുതിയ സർവീസുകൾ വന്നേക്കുമെന്നാണ് വിവരം. ജനുവരി 1 പുതുവർഷ ദിനത്തിലാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ആദ്യ വൈദ്യുതി ട്രെയിൻ ഓടിയത്. രാവിലെ 11:30 നിലമ്പൂരിലെത്തിയ കോട്ടയം നിലമ്പൂർ ട്രെയിനാണ് ആദ്യമായി റൂട്ടിലോടിയ ഇലക്ട്രിക് ട്രെയിൻ. വൈകാതെ തന്നെ 2 മെമു ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് നീട്ടുമെന്നാണ് റെയിൽവേ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. നിലവിൽ ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളായ എറണാകുളം ഷൊർണൂർ മെമു, കോയമ്പത്തൂർ ഷൊർണൂർ മെമു എന്നിവ നിലമ്പൂരിലേക്ക് നീട്ടാനാണ് പാലക്കാട് ഡിവിഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൽ നിന്നും ഡൽഹി റെയിൽവേ ബോർഡിൽ നിന്നും അനുമതി ലഭിച്ചാൽ വൈകാതെ തന്നെ ഈ 2 ട്രെയിനുകളും ഓടിത്തുടങ്ങും. ഇതോടെ ഉച്ചനേരത്തും വൈകുന്നേരവും നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ ആവശ്യത്തിന് ട്രെയിനില്ലെന്ന യാത്രക്കാരുടെ പരാതിയും പരിഹരിക്കപ്പെടും. നിരവധി കണക്ഷൻ ട്രെയിനുകളും യാത്രക്കാർക്ക് ലഭിക്കും. ഇലക്ട്രിക് ട്രെയിൻ എത്തിയതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ യാത്രാസമയവും കുറയും. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലെത്താൻ ഇതുവരെ 1 മണിക്കൂർ 35 മിനിറ്റ് എടുത്തിരുന്നു. ഇലക്ട്രിക് ട്രെയിനിൽ ഇത് 25 മിനിറ്റ് കുറഞ്ഞ് 1 മണിക്കൂർ 10 മിനിറ്റ് മതിയാകും. ആദ്യഘട്ടത്തിൽ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ്, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, പാലക്കാട് നിലമ്പൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് ഇലക്ട്രിക് എഞ്ചിനുമായി സർവീസ് നടത്തുക. പുതിയ റെയിൽവേ ടൈം ടേബിൾ അനുസരിച്ച് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിനുകളുടെ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ട്രെയിനുകൾ വരുന്നതിന് മുന്നോടിയായാണ് ഇതെന്നാണ് സൂചന. ഒറ്റപ്പാലം പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതോടെ പ്രതിസന്ധിയിലായത് നൂറുകണക്കിന് യാത്രക്കാരാണ്. വിദ്യാർത്ഥികളും മറ്റിടങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരുമടക്കം മുഴുവൻ യാത്രക്കാരും മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. പാലപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്തിരുന്ന നിരവധി യാത്രക്കാരാണ് സ്റ്റേഷൻ പൂട്ടിയതോടെ വൻ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജോലിക്കും പഠനത്തിനുമായി പോകുന്ന നിരവധി പേരാണ് പാലപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്തിരുന്നത്. സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിയതോടെ യാത്രക്കാരെല്ലാം പ്രതിസന്ധിയിലാണ്. ടിക്കറ്റ് കൗണ്ടറിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നതോടെയാണ് പുതുവർഷ ദിനം മുതൽ സ്റ്റേഷൻ പൂട്ടിയത്. നടത്തിപ്പിന് ആളെ ലഭിക്കാതെ വന്നതോടെയാണ് റെയിൽവേ കടുത്ത നടപടിയിലേക്ക് കടന്നത്. ഇതോടെ പ്രതിസന്ധിയിലായത് നൂറുകണക്കിന് യാത്രക്കാരാണ്. സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിൽ വിഷമമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എന്നും ഈ ട്രെയിനിന് പോകുന്ന ഒരു വ്യക്തിയാണ്. രാവിലെയും പോകുമ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് രാവിലെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിലനിന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ നന്നായിരുന്നു. പിന്നെ ഇവിടെ ജനങ്ങളും കൂടുതലും ആൾക്കാർ വരാറൊക്കെ ഉണ്ട്. വണ്ടിക്ക് എറണാകുളം നിലമ്പൂര് അങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതിൽ നിർത്തിയതിൽ ബുദ്ധിമുട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന നടത്തിപ്പുകാരന്റെ കരാർ കാലാവധി പൂർത്തിയായ ശേഷം 2 മാസത്തോളം റെയിൽവേയുടെ കൊമേഴ്സ്യൽ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരായിരുന്നു സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇതും അസാധ്യമായതോടെയാണ് 85 വർഷം പഴക്കമുള്ള പാലപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിയത്. നമ്മുടെ പാലപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ 9 ട്രെയിനാണ് നിലവിൽ നിന്ന് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നത്. ആ 9 ട്രെയിനിലും ഈ 1-ാം തീയതി മുതൽ 1/1/2025 മുതൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചിട്ടതോടുകൂടി ദൂരസ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ, ആ മെമു ട്രെയിനിനൊക്കെ ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ തൃശ്ശൂരൊക്കെ പോയി പഠിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ട്രെയിൻ സ്റ്റേഷൻ നിർത്തിയത് അറിയാതെ വീണ്ടും വണ്ടി കയറാൻ ഇന്നലെയൊക്കെ വന്നിട്ട് അവർ തിരിച്ചു കൊണ്ടുപോയി വന്നു. ഇനിയിപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നുമില്ലെങ്കിൽ ഈ
ഈ ട്രെയിനിൽ കയറണമെങ്കിൽ ഒന്നുകിൽ ഒറ്റപ്പാലം പോകണം, അല്ലെങ്കിൽ ലക്കിടിയിൽ പോകണം. അപ്പം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ രാവിലെയൊക്കെ തന്നെ വളരെ ധൃതി പിടിച്ച് പോകുന്ന ആളുകൾ. അപ്പോൾ യാത്രാ ചെലവ് ഇവിടെ ആകുമ്പോൾ വണ്ടി കയറി അവർ എത്തേണ്ട സ്ഥലത്ത് എത്തും. മറ്റേതെന്താ വെച്ചാൽ ഇനി ഒറ്റപ്പാലം പോകുമ്പോൾ അതിന് സമയം കണ്ടെത്തണം, അതിനുള്ള ഒരു യാത്രാ ചെലവ് വരും. അല്ലെങ്കിൽ ലക്കിടിയിൽ പോകണമെങ്കിൽ അതിനുള്ള സമയം എന്തായാലും 1 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ 60 കൊല്ലമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ നിത്യേന പരിചയമുള്ളതാണ്. അപ്പോൾ ഇതേവരെ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഒട്ടേറെ യാത്രക്കാർ പോകുന്നുണ്ട് സീസൺ ടിക്കറ്റായിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ടിക്കറ്റായിട്ടും ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടും പോകുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തുകാർക്ക്. അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം, അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമം, അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ, കേന്ദ്രീയ വിദ്യാലയം പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ വിദ്യാർത്ഥികൾ വരുന്നതും പോകുന്നതാണ്. അതിനൊക്കെ തന്നെ ഒട്ടേറെ ദുരിതം ആയി. ഇപ്പോൾ സ്റ്റേഷൻ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VK ശ്രീകണ്ഠൻ MP റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കോളേജിന് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ സർക്കാർ സഹായം വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പുതിയ വൈജ്ഞാനിക സമൂഹം, ഒരു ബദൽ നവവൈജ്ഞാനിക സമൂഹം, ജനപക്ഷത്ത് നിൽക്കുന്ന നോളജ് സൊസൈറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന്റെ വിശാല താല്പര്യങ്ങൾ ഉൾക്കൊള്ളുകയും ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുകയും നാടിന്റെ സ്വന്തം ഘടന വിപുലീകരിക്കുന്നതിന് വിജ്ഞാന സ്വന്തം ഘടന കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു പുതിയ വൈജ്ഞാനിക സമൂഹം രൂപീകരിക്കുമ്പോൾ അതിന്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ലോകം സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഒരു ലോകമാണ്. വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക് സയൻസിന്റെയും മേഖലയിൽ ഉൾപ്പെടെ നടക്കുന്ന അങ്ങേയറ്റത്തെ ഗതിവേഗമുള്ള പുതുചലനങ്ങൾ അതേ മേഖലയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ജനസമൂഹം എന്ന നിലയിൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ PR ശാലിജ്, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, പ്രിൻസിപ്പാളുടെ ചുമതല വഹിക്കുന്ന KR രമേശ് ബാബു, കൺവീനർ U സംഗീത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, VK രാധിക, പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, C ഹരിദാസൻ, KK ലീനി, SR ഹബീബുള്ള, VN കൃഷ്ണൻ, KT രാമചന്ദ്രൻ, K ജയദേവൻ എന്നിവർ സംസാരിച്ചു. കുലുക്കൊല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കായുള്ള ദർഗാസ് നടപടികൾ ആരംഭിക്കാൻ തീരുമാനമായി. നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും MLA പറഞ്ഞു. തത്തനപ്പുള്ളിയിലാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 15ാം ധനകാര്യ കമ്മീഷനിൽ നിന്നും 2023 1,43 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഘട്ടം ഘട്ടമായാണ് തുക അനുവദിക്കുക. ആദ്യഘട്ടമായി 35.75 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ 1 വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ തടസ്സമായി നിന്നിരുന്നത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുളയങ്കാവിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഇതിനെല്ലാം പരിഹാരമായാണ് ഇപ്പോൾ നവീകരണ നടപടികൾ തുടങ്ങാൻ ധാരണയായിരിക്കുന്നത്. 1 വർഷം മുമ്പാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് ഇപ്പോൾ സർക്കാർ 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്ത് നിന്നും എളുപ്പത്തിലെത്താനാവശ്യമായ പുതിയ റോഡ് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി സന്ദർശിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് MLAയുടെ അധ്യക്ഷതയിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് LSTD തന്നെ അതിൻ്റെ നിർമ്മാണം നടത്തുക. അതിന് എത്രയും പെട്ടെന്ന് നമുക്ക് ടെൻഡർ വിളിച്ചുകൊണ്ട് അതിന് നിർമ്മാണം നടത്തണം. കുറച്ച് മണ്ണെടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ തുക അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല. എന്നിരുന്നാലും അതെല്ലാം കൂടെ
പരിഹരിച്ചുകൊണ്ട് ഇനി കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ആശുപത്രിക്ക് ആവശ്യമാണെങ്കിൽ അതുകൂടി ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തും എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DPM വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കൈകാര്യം ചെയ്ത ആളാണ് നമ്മളെ DPM. AXC ആണെന്നുണ്ടെങ്കിലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇപ്പോൾ നമ്മുടെ പുതിയ AXC ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാനും ഓരോ വർഷം, അത് ആദ്യ വർഷത്തെ പൂർത്തീകരിച്ച് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പോവുകയും അടുത്ത വർഷത്തെ നിർമ്മാണങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ എഞ്ചിനീയർമാരൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വേണ്ട, ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ വേണോ, അല്ല പിന്നെ എനിക്ക് തോന്നുന്നത് എത്രയും വേഗം കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് ആശുപത്രിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ അനന്തമായി 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആക്കുന്നതിന് പകരം അങ്ങനെ ആവുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാക്ക്, പഞ്ചായത്ത് അംഗം MP സുധാകരൻ, DPO ഡോക്ടർ റോഷ്, മെഡിക്കൽ ഓഫീസർ ഫസീല, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. തുവ്വൂർ ടൗണിനെയാണ് ആദ്യഘട്ടത്തിൽ ഹരിത ടൗണായി പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന പ്രഖ്യാപനം നിർവഹിച്ചു. അല്പസമയത്തിനുള്ളിൽ തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചർ തുവ്വൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. മാലിന്യമുക്ത നവകേരള ഹരിത ടൗൺ പ്രഖ്യാപനത്തിന്റെ വിളംബര ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. തുവ്വൂർ ടൗണിലും മറ്റിടങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ തുവ്വൂർ ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. ഇതിനു മുന്നോടിയായി തുവ്വൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര റാലി കമാനം ചുറ്റി തുവ്വൂർ ടൗണിൽ സമാപിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന പ്രഖ്യാപനം നടത്തി. ഓടയിലേക്ക് അതുപോലെ തന്നെ മലിനജലങ്ങൾ ഒഴുക്കാതിരിക്കുക, അത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ തുവ്വൂരങ്ങാടി തീർത്തും നമുക്ക് എന്നും എപ്പോഴും പറയാം, നമ്മുടെ അങ്ങാടി എന്നും നല്ല ഈ ഒരു ശുചിത്വത്തിൽ നിൽക്കാൻ കാരണം പ്രധാനമായിട്ടും നമ്മുടെ മുരളിയേട്ടനാണ്. മുരളിയേട്ടൻ നമ്മൾ വിചാരിച്ച പോലെ തന്നെയല്ല, നേരത്തെ തന്നെ വളരെ എത്രയോ നേരത്തെ 4 മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമെങ്കിലും നമ്മുടെ തുവ്വൂരങ്ങാടിയിലേക്ക് വന്ന് നമ്മുടെ തുവ്വൂരിന്റെ പരിസരങ്ങളും തുവ്വൂരും ടൗണും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മുരളിയേട്ടനെ ഈ ഒരു വേദിയിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. വർഷങ്ങളോളമായി തുവ്വൂർ ടൗൺ മികച്ച രീതിയിൽ ശുചീകരിക്കുന്ന പഞ്ചായത്ത് ജീവനക്കാരൻ മുരളീധരൻ തെക്കുംപുറത്തിനെ ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ K സുബൈദ, TA ജലീൽ, NP നിർമ്മല, പഞ്ചായത്ത് സെക്രട്ടറി K അബ്ദുൽ ഷക്കൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത്, PT ജ്യോതി, NK നാസർ, മുഹമ്മദ് അബ്ദുൽ മുനീർ കുരിക്കൽ, P സലാഹുദ്ദീൻ, P കുഞ്ഞീദു, AP അസ്കർ, കൊപ്പത്ത് ഷെരീഫ്, CP ബിബിൻ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, അങ്കണവാടി ആശാവർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. പാൽക്കടലായി പട്ടിക്കാട് ഫൈസാബാദ് ജാമിയ നൂരിയ സന്നദ്ധാന സമ്മേളനത്തിന് പരിസമാപ്തി. 522 യുവ പണ്ഡിതർ ഇനി കർമ്മരംഗത്തേക്ക്. സമാപന മഹാസമ്മേളനം പലസ്തീൻ അംബാസഡർ ഡോക്ടർ അബ്ദുൾ റസാഖ് അബു ജസർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ പട്ടിക്കാട് ഫൈസാബാദ് PMSA പൂക്കോയ തങ്ങൾ നഗരിയിലേക്ക് ഞായറാഴ്ച വൈകിട്ട് അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. പ്രൗഢഗംഭീരമായ മഹാസമ്മേളനത്തോടെ ജാമിയ നൂരിയ 62ാം വാർഷിക 60ാം സന്നദ്ധാന സമ്മേളനം സമാപിച്ചു. 522 യുവ പണ്ഡിതർ ഫൈസി ബിരുദം കരസ്ഥമാക്കി പ്രബോധന വീതിയിലിറങ്ങി. 6 പതിറ്റാണ്ടിനിടെ ആകെ 9341 പേരാണ് ഫൈസി ബിരുദം നേടിയത്. സമാപന സന്നദ്ധാന മഹാസമ്മേളനം ഫലസ്തീൻ അംബാസഡർ ഡോക്ടർ അബ്ദുൾ റസാഖ് അബു ജസർ ഉദ്ഘാടനം ചെയ്തു. الحمد لله أني تشرفت أن هذه السنة العاشرة لي أن أخدم في هذا البلد العريق في الهند المتعدد الثقافات والديانات، والذي يمثل لوحة مشرفة من التعايش والانسجام بين كل مكوناته. وهذا
العمل في الهند جاء بعد قرابة 30 عاما من العمل كصحفي فلسطيني محترف. واسمحوا لي أيضا أن أخص إذا كان لي ذلك أن لي شرف أني فلسطيني أمثل كل الفلسطينيين وكل فلسطين وكل قضية فلسطين. وأيضا أخصص إذا جاز لي أني أفخر أني من غزة وأني من رفح وأن بيتي هدم وبيت أسرتي في هذه الحرب وهذا التطهير العرقي الجاري من قبل العدو الإسرائيلي. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്നദ്ധാന പ്രസംഗം നിർവഹിച്ചു. ഇത് മഹാന്മാരാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ഉസ്താദന്മാരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആ ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നതായ ഒരു അംഗീകാര പത്രമാണ്. അപ്പോൾ സനത് വാങ്ങുന്ന പണ്ഡിതന്മാർ ആ അംഗീകാര പത്രത്തിൻ്റെ, അതായത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ ഷഹാദത്ത്, അതിൻ്റെ ആ ബഹുമതിയും അതിൻ്റെ ഗാംഭീര്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് അതിൽ പറയപ്പെട്ടതായ പ്രവർത്തനങ്ങൾക്ക്, അതിൽ പറയപ്പെട്ടതായ ഉപാധികളോടുകൂടി നിങ്ങൾ നേതൃത്വം നൽകാനും പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാവണമെന്നാണ് ആദ്യമായി കൊണ്ട് നിങ്ങളോട് ഉണർത്തുന്നത്. സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ അനുഗ്രഹ ഭാഷണം നടത്തി. ഉസ്മാൻ അഹമ്മദ് അൽ അമൂദി മുഖ്യാതിഥിയായിരുന്നു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, എം ടി അബ്ദുള്ള മുസ്ലിയാർ, കോട്ടുമല മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത മുഷാവറാംഗങ്ങളായ ഹൈദർ ഫൈസി പനങ്ങാങ്ങര, ഡോക്ടർ ബഹൌദ്ദീൻ മുഹമ്മദ് നദ്വി, വാക്കോട് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, സയ്യിദ് അലിക്കുട്ടി മുസ്ലിയാർ കോറാട്, സി കെ അബ്ദുറഹ്മാൻ ഫൈസി, പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുയിൻ അലി ശിഹാബ് തങ്ങൾ, സാബിക് അലി ശിഹാബ് തങ്ങൾ, MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, പി അബ്ദുൽ ഹമീദ്, മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം, UA ലത്തീഫ്, പി ഉബൈദുള്ള, TV ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തനഴി മൊയ്തീൻ ഫൈസി, അഡ്വക്കേറ്റ് N സൂപ്പി, ഇബ്രാഹിം ഫൈസി തിരൂർക്കാട്, അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി, അബ്ദുൽ ലത്തീഫ് ഫൈസി പാദ്രമണ്ണ, ഹംസ ഫൈസി ഹൈതമി, അലവി ഫൈസി കുളപ്പറമ്പ്, ലിയാവുദ്ദീൻ ഫൈസി മേൽമുറി, മുഹമ്മദ് അലി ശിഹാബ് ഫൈസി കൂമണ്ണ, OT മുസ്തഫ ഫൈസി, ഉമർ ഫൈസി മുടിക്കോട്, അബ്ദുള്ള മുജ്തബ ഫൈസി തുടങ്ങിയവരും സംബന്ധിച്ചു. അങ്ങാടിപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോ പാർക്കിങ്ങിലേക്ക് ഇടിച്ചുകയറി അപകടം. 3 ഓട്ടോറിക്ഷകൾ തകർന്നു. ഈ ഓട്ടോറിക്ഷകളിലെ ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങാടിപ്പുറം താഴെ ഓട്ടോ പാർക്കിൽ തിങ്കളാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ആലപ്പുഴയിൽ നിന്നും മുക്കത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിയാപുരം ചീരട്ടാമല വഴി വരികയായിരുന്ന ഈ കാർ അങ്ങാടിപ്പുറം താഴെ ഓട്ടോ പാർക്കിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിൽ ഇടിക്കുകയായിരുന്നു. കാറിൻ്റെ ഇടിയിൽ 3 ഓട്ടോറിക്ഷകൾ തകർന്നു. 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പരിക്കേറ്റു. കാറിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. രാവിലെ ഒരു 7:15-7:20 ആ സമയത്താണ് സംഭവം. ഞാൻ ഫസ്റ്റ് വണ്ടി ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ടും പിന്നെ കരച്ചിലും കേട്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ വണ്ടി ഇതേമാതിരി നിയന്ത്രണം മുട്ടുകൊണ്ട് ഫ്രണ്ടിൽ ആ കടല വണ്ടിക്ക് പോയി ഇടിച്ച്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഡ്രൈവർ നമ്മളെ ഓപ്പോസിറ്റ് ആയിക്കാണ്ട് മറിഞ്ഞ് കിടക്കണി, പിന്നെ അയാളെ കരച്ചിലും. അപ്പോൾ പെട്ടെന്ന് ഇതെന്താണെന്ന് അറിയാൻ കുറച്ച് ഇതായാണ് നമ്മൾ പെട്ടെന്ന് പേടിച്ചു, ഇതെന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ബാക്കിയുള്ള സംഭവങ്ങൾ കണ്ടത്. 2 വണ്ടിക്കും നല്ല പരിക്കുണ്ട്. ഒരു ഡ്രൈവർ പിന്നെ വണ്ടിയുടെ ചോട്ടിലായിരുന്നു. അയാളെ വണ്ടിയെ പൊന്തിച്ചിട്ടൊക്കെയാണ് എടുത്തുക്കണേ. പിന്നെ ചെക്കൻ ഉറങ്ങിയതാണെന്നാണ് പറഞ്ഞത്. ചെക്കനെ വണ്ടി ഓടിച്ചിരുന്നത്. പിന്നെ അവർ ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന ടീമാണ് അവർ. പറഞ്ഞിങ്ങനെ ഉറങ്ങിപ്പോയതാണ്. അത്യാവശ്യം സ്പീഡും ഉണ്ടായിരുന്നു ആൾ. പെട്ടെന്ന് മെയിൻ റോഡുമൊക്കെ കയറുന്നത് അറിഞ്ഞിട്ടില്ല ആൾ. പെട്ടെന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് കയറുന്ന ഒരു ഐഡിയ ഇല്ലാതെ വന്നതാണ് ആൾ. അങ്ങനെ പെട്ടെന്ന് വന്ന് ഇടിച്ച് അത് ഉറങ്ങിയാന്ന് പറയുന്നുണ്ട്. പിന്നെ മുക്കം ഭാഗത്തേക്ക് പോവുകയാണ് അവർ. ഫാമിലി ഉണ്ട്. ഇപ്പോൾ എന്തായാലും നല്ല പരിക്കുണ്ട്. 2 വണ്ടിക്കും അത്യാവശ്യം നല്ല പരിക്കുണ്ട്. ഡ്രൈവർമാർക്കും അത്യാവശ്യം നല്ല പരിക്കുണ്ട്. അവരെ മൗലാനിക്ക് കൊണ്ടേക്കുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
നവീകരണം പൂർത്തിയായ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിലെ ചെറായ കനാൽ പാലം പുതുക്കി പണിതില്ല. റോഡ് നവീകരണം കൊണ്ട് ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെങ്കിൽ പാലം വീതി കൂട്ടി നിർമ്മിക്കണം. ഇതിനുള്ള ടെൻഡർ നടപടികൾ ആയെന്ന് കെ ശാന്തകുമാരി MLA. പതിറ്റാണ്ടുകളുടെ യാത്രാ ദുരിതത്തിനാണ് സുൽത്താൻ റോഡ് നവീകരണത്തിലൂടെ പരിഹാരമാകുന്നത്. മുക്കണ്ണം, കൊന്നക്കാട്, പള്ളിക്കുറുപ്പ്, കിളിരാനി, കോളപ്പാകം, കാരകുർശി, വലിയട്ട, പുലാപ്പറ്റ, ഉമ്മനേഴി തുടങ്ങിയ ഗ്രാമങ്ങളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഈ ഗ്രാമങ്ങളും സമീപ ഗ്രാമങ്ങളും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ യാത്രാ ദുരിതത്തിനും വികസനത്തിനും സുൽത്താൻ റോഡ് നവീകരണം ആക്കം കൂട്ടി. മണ്ണാർക്കാട് മുതൽ കൊട്ടശ്ശേരി വരെ റോഡിന്റെ ഇരുവശത്തും പെട്രോൾ പമ്പുകൾ മുതൽ നിരവധി സ്ഥാപനങ്ങൾ ഇതിനകം പ്രവർത്തനം തുടങ്ങി. നവീകരണം തുടങ്ങിയിട്ടും വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് റോഡ് നവീകരണം പൂർത്തിയായത്. കൊട്ടശ്ശേരി മുതൽ മണ്ണാർക്കാട് വരെ 17 കിലോമീറ്റർ BMBC ചെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര സുഗമമായി. ചെറായ കനാൽ പാലം മാത്രമാണ് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. കാഞ്ഞിരപ്പുഴ കനാലിന്റെ കുറുകെയുള്ള പാലം പൊളിച്ചു പണിയാൻ കേരള റോഡ് ഫണ്ട് ബോർഡ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് ഇറിഗേഷൻ വകുപ്പ് അനുമതി നിഷേധിച്ചതാണ് പാലം നിർമ്മാണം വൈകാൻ കാരണമായത്. ഇറിഗേഷൻ വകുപ്പിന്റെയും കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തയ്യാറാക്കി നൽകിയ എസ്റ്റിമേറ്റ് ടെൻഡർ ആയതായി കെ ശാന്തകുമാരി MLA പറഞ്ഞു. പാലം ആക്ച്വലി എന്ന് വെച്ചാൽ നമുക്ക് നിലവിലുള്ള പ്രോജക്റ്റിനകത്ത് അതിൽ പാലം ഉൾക്കൊണ്ടിരുന്നു. ആ ഉൾപ്പെട്ടിരുന്നത് ബോക്സ് കൾവെട്ട് സ്ഥാപിച്ചിട്ട് നോർമൽ ഒരു പാലം പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ടിപ്പു സുൽത്താൻ റോഡ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാഷണൽ ഹൈവേ പോലെ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഒരു റോഡായി മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സംവിധാനം ആ ടെക്നിക്കൽ സ്ട്രക്ചർ അതിനകത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് ബ്രിഡ്ജിന് വേണ്ടി മാത്രം ഒരു പ്രോജക്റ്റായി സബ് പ്രോജക്റ്റായിട്ട് റിവൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതോടൊപ്പം തന്നെ ആ പ്രോജക്റ്റിനകത്ത് ഫണ്ട് സെപ്പറേറ്റായി മാറ്റിവെച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് സെപ്പറേറ്റാണ്, കാരണം ഇവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. സാധാരണ ഒരു പ്രോജക്റ്റ് ടെൻഡർ ചെയ്യുന്നത് പോലെ തന്നെ പുതിയതായിട്ട് ടെൻഡർ ചെയ്ത് അത് മാറ്റണം. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുതുക്കിയ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ 61 കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് കിഫ്ബി അനുവദിച്ചത്. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ തേങ്ങക്കണ്ടം മലയിലുള്ള ടാങ്കിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 1 വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. തേങ്ങക്കണ്ടം മലയിൽ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള നിലമൊരുക്കൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അടിയന്തരമായി ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാറുകാരോട് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥലത്തേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികളും വൈദ്യുതീകരണവും അടിയന്തരമായി പൂർത്തീകരിക്കാനും നിർദ്ദേശമുണ്ട്. പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കും. 1 വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. 3 പഞ്ചായത്തുകൾക്കും കുടിവെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ മാസമാണ് ബഹുമാന്യനായ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. അതിനുശേഷം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 1 വർഷത്തിനകത്ത് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ തച്ചനാട്ടുകര, കോട്ടപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലെ പൈപ്പിടൽ പ്രവൃത്തികൾ 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ദുബായ് പടിയിൽ അംഗൻവാടി കെട്ടിടത്തിനും വാഹനങ്ങൾക്കും ജലവിതരണ സംഭരണിക്കും ഭീഷണിയായ മതിൽ പൊളിച്ചു. പുതിയ മതിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഭീഷണി ആയതിനെതിരെ പരിഹാര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ കഴിഞ്ഞ താലൂക്ക് സഭയിൽ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ന്യൂസ് വാർത്ത നൽകിയതിനെ തുടർന്നാണ് പുതിയ മതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ദുബായ് പടി പള്ളിപ്പടി റോഡിൽ കുത്തനെ ഇറക്കവും വളവും ഉള്ള ഭാഗത്ത് അംഗനവാടി കെട്ടിടത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ വലിയ മതിലുള്ളത്. മാസങ്ങൾക്ക് മുൻപ് ഈ മതിലിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു. ഈ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ നഗരസഭാ അധികൃതർക്കും ബന്ധപ്പെട്ട അധികാരികളോടും പരാതിപ്പെട്ടിരുന്നു. അംഗനവാടി കെട്ടിടത്തോട് ചേർന്ന മതിലിന്റെ വലിയൊരു ഭാഗം 2.5 മാസം മുമ്പ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. 150ഓളം കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന ജലസംഭരണിക്കും മതിൽ ഭീഷണിയാണ്. മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നഗരസഭാ അധികൃതരെത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതാണ്. സുരക്ഷയുള്ള മതിൽ നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് സമയവും അനുവദിച്ചതാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ കഴിഞ്ഞ താലൂക്ക് സഭയിൽ പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ സിറ്റി ന്യൂസ് വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഇവിടെ പുതിയ മതിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. മതിൽ ഇടിഞ്ഞു വീഴുമെന്ന് ഭീഷണിയായതോടെ 3 മാസം മുമ്പ്
ഈ കെട്ടിടത്തിൽ നിന്നും കുട്ടികളെ നഗരസഭ ഇടപെട്ട് സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. കോട്ടപ്പാടം കച്ചേരിപ്പറമ്പ് സ്വദേശി കുമഞ്ചേരി മുഹമ്മദ് റിയാസുദ്ദീൻ തന്റെ നാട്ടിലെ 2 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ ബൈത്തുൽ റഹ്മകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സന്ദർശിച്ചു. ഓരോ മനുഷ്യന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് റിയാസുദ്ദീനിലൂടെ കുടുംബങ്ങൾക്ക് ലഭിച്ചതെന്ന് MLA മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബൈത്തുൽ റഹ്മകൾ സന്ദർശിച്ചത്. വീട് ലഭിച്ച സന്തോഷം MLAയുമായി വീട്ടുകാർ പങ്കുവച്ചു. ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യം സുരക്ഷിതമായൊരു വീടാണ്. 2 കുടുംബങ്ങൾക്ക് പേടി കൂടാതെ അന്തിയുറങ്ങാൻ സ്വന്തം ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് MLA പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ എന്നല്ല ഏതൊരു ജീവജാലത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് വീട്. അപ്പം പക്ഷികളാണെങ്കിൽ പോലും ഒരു കൂടിരിക്കലുണ്ട്. അപ്പോൾ ഒരു വീട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏതൊരു പ്രവർത്തനവും ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്, ഏറ്റവും നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമൊക്കെയാണ് റിയാസ്ക. അപ്പം റിയാസ്കയിലൂടെ 2 കുടുംബങ്ങൾക്ക് ഇങ്ങനൊരു കൂടൊരുങ്ങുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, നൌഫൽ തങ്ങൾ, KG ബാബു, CJ രമേശ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പള്ളിക്കുന്നിലെയും ചെമ്പത്തക്കാട്ടിലെയും കുടുംബങ്ങൾക്ക് 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വീടുകളാണ് മുഹമ്മദ് റിയാസുദ്ദീൻ നിർമ്മിച്ച് നൽകിയത്. വീടുകളുടെ താക്കോൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൈമാറിയിരുന്നു. ഇനിയും ഇത് തുടർന്നാൽ വീട്ടിൽ കയറി തല്ലും, ആരായാലും വേണ്ടില്ല. വിവാഹം മുടക്കുന്നവർക്ക് ഒരു കൂട്ടം യുവാക്കളുടെ മുന്നറിയിപ്പ് പോസ്റ്ററാണിത്. സംഭവം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചുങ്കം ബസ് സ്റ്റോപ്പിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു പോസ്റ്റർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. പ്രദേശത്തെ യുവാക്കളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് വരുന്നവരെ ഇല്ലാ കഥകൾ പറഞ്ഞ് മടക്കിവിടുന്നത് പതിവായ സാഹചര്യത്തിലാണ് യുവാക്കൾ ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത്. നിരവധി പേരുടെ വിവാഹങ്ങൾ വിവാഹമുടക്കികളുടെ ഇടപെടലിലൂടെ മുടങ്ങിയെന്നും ഉറപ്പിച്ച വിവാഹങ്ങൾ പോലും മുടക്കിയതായാണ് യുവാക്കളുടെ ആരോപണം. പേരുപോലും വെക്കാതെയാണ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിവാഹം മുടക്കുന്നവരെ നിരീക്ഷിക്കാനായി രഹസ്യനിരീക്ഷണവും ഇവർ നടത്തുന്നുണ്ടെന്നാണ് അറിവ്. എന്തുതന്നെയായാലും ബസ് സ്റ്റോപ്പിലെത്തുന്ന യാത്രക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് ഭീഷണി ബോർഡ്. ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷയൊരുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം നടപ്പാക്കുന്ന സുഹൃതം ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. മണ്ണാർക്കാട് തെങ്കര ഡിവിഷൻ അംഗം ഗഫൂർ കോൽക്കളത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ കുറഞ്ഞ വേതനത്തിന് തൊഴിലെടുക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്കാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത്. മണ്ണാർക്കാട്ടെ സ്വകാര്യ വ്യവസായ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത്. അപകടത്തിൽ പരിക്കേറ്റുണ്ടാകുന്ന ചികിത്സയ്ക്ക് ധനസഹായവും മരണാനന്തര ആശ്രിതർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കുന്ന പദ്ധതിയിൽ തെങ്കര ഡിവിഷൻ പരിധിയിലെ എല്ലാ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും സൗജന്യമായി അംഗത്വം നൽകി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു. PS ഷെരീഫ് ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, ബഷീർ തെക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ സഹദ് അരിയൂർ, നൌഷാദ് വെള്ളപ്പാടം, ഇന്ദിര മടത്തുപുള്ളി, മേരി സന്തോഷ്, TK ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുലുക്കല്ലൂർ യൂണിറ്റ് സമ്മേളനം മുളയങ്കാവിൽ വെച്ച് നടന്നു. AKTA ജില്ലാ ട്രഷറർ M ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുളയങ്കാവ് സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുലുക്കല്ലൂർ യൂണിറ്റ് സമ്മേളനം നടന്നത്. AKTA ജില്ലാ ട്രഷറർ M ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. E നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി കുറുമ്പക്കുട്ടി പ്രവർത്തക റിപ്പോർട്ടും K നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകുക, വിവാഹദിന സഹായം 10,000 രൂപയായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധിയിലെ ചികിത്സാ സഹായത്തിൽ എല്ലാ സ്വകാര്യ ആശുപത്രിയെയും ഉൾപ്പെടുത്തുക, ക്ഷേമനിധിയിൽ നിന്ന് തടഞ്ഞുവെച്ച റിട്ടയർമെന്റ് ആനുകൂല്യം മുഴുവൻ മെമ്പർമാർക്കും അനുവദിക്കുക, വർദ്ധിപ്പിച്ച കറണ്ട് ചാർജ് കുറയ്ക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കുക, കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സംഘടനയുടെ പുതിയ യൂണിറ്റ് ഭാരവാഹികളായി E നാരായണൻകുട്ടിയെ പ്രസിഡന്റായും കുറുമ്പക്കുട്ടിയെ സെക്രട്ടറിയായും, K നാരായണൻകുട്ടിയെ ഖജാൻജിയായും, P സുരേഷ് കുമാർ, സരോജിനി, ഉഷ, ബദ്രിയ, മെഹറുന്നീസ, ശൈലജ, ശാന്ത, ശ്രീദേവി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരുമായും തെരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ ഒഡമല മഖാമിലെ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് ജനുവരി 14 കൊടിയേറും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് നേർച്ചാ പരിപാടികൾ ആരംഭിക്കുക. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒഡമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫാരിദ് ഔലിയയുടെ സ്മരണയ്ക്കായി നടത്തുന്ന ആണ്ടുനേർച്ച
ജനുവരി 14 തുടങ്ങും. രാവിലെ 10 മണിക്ക് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കും. അതോടെ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും. ഒടമല മഹൽ മുദ്രീസ് ഷെരീഫ് ഫൈസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മക്കാമിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തും. മെയ് മാസത്തിൽ മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, സ്നേഹസംഗമം, മൗലിദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടക്കും. ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ചെർപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ 47ന്റെ നിറവിൽ. വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. വി കെ ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് തുല്യതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ശബരി സെൻട്രൽ സ്കൂളിന്റെ 47ാം വാർഷികാഘോഷമാണ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായി. വിവിധ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ശബരി ഗ്രൂപ്പ് മാനേജിംഗ് ട്രസ്റ്റി പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, കിൻഫ്ര ചെയർമാൻ സാബു ജോർജ്, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ്, ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കൗൺസിലർ KM ഇസ്ഹാഖ്, KT മണികണ്ഠൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ ഇന്ദിര KP, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിന്ധു KN തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചുനങ്ങാട് വാണിവിലാസിനി LP സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനവും രക്ഷാകർതൃദിനവും സമുചിതമായി ആഘോഷിച്ചു. MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം LKG വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയോടെയാണ് 100ാം വാർഷികാഘോഷ സമാപന പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സന്ധ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ സുബ്രഹ്മണ്യൻ സ്മരണിക പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദേവരാജൻ മാസ്റ്ററെ ആദരിച്ചു. വിദ്യാലയത്തിൽ പാർക്കിന്റെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ ശങ്കർ നിർവഹിച്ചു. LSS വിജയിയെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ P ഗംഗാധരൻ, M സുരേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ U രാജഗോപാൽ, P വേണുഗോപാൽ, KK സാജൻ, BRC പരിശീലകൻ വെങ്കടേശ്വരൻ, ഒറ്റപ്പാലം AE O ശാന്തകുമാരി, PK വിജയകുമാരി, രാമദാസ്, പ്രധാനാധ്യാപിക KS രമാബായി, PTA പ്രസിഡന്റ് മുഹമ്മദ് ഷക്കീർ എന്നിവർ സംസാരിച്ചു. ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അറിവുത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി വാടാനാംകുറിശി ALP സ്കൂളിലാണ് പരിപാടി നടന്നത്. പഠനത്തോടൊപ്പം തന്നെ കളിയും കുസൃതിയുമെല്ലാം കോർത്തിണക്കി കുട്ടികൾക്ക് ഉണർവും ഉല്ലാസവും പകർന്നാണ് 2 ദിവസത്തെ അറിവുത്സവം സമാപിച്ചത്. കുട്ടികൾക്ക് കേട്ടറിവുള്ള പല കാര്യങ്ങളും നേരിൽ കണ്ടും ആസ്വദിച്ചും മനസ്സിലാക്കാൻ അറിവുത്സവം അവസരമൊരുക്കി. പഴയകാലത്തെ കളികളും പാട്ടും കാഴ്ചകളുമെല്ലാം ഒരുക്കി ഒത്തുചേർന്നുള്ള 2 ദിവസത്തെ പരിപാടികൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു.
പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് അറിവുത്സവത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, പഞ്ചായത്ത് അംഗം ഹസീന, ജ്യോതിസ് കോർഡിനേറ്റർ രാജഗോപാലൻ, ജലജ ശശികുമാർ, PP വിജയൻ, ഗോപിനാഥൻ മാസ്റ്റർ, അധ്യാപികയായ മിത്ര, വന്ദന തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക ഗായകർക്ക് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കല്ലടിക്കോട് സമന്വയ കലാസാംസ്കാരിക വേദി കരിമ്പയിൽ നടത്തിയ പാട്ടുകൂട്ടം കലാസ്നേഹികൾക്ക് നവ്യാനുഭവമായി. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ സംഗീതസാന്ദ്രമായ സായാഹ്നം തീർത്ത പരിപാടി മുഖ്യാതിഥി നരേന്ദ്രൻ പുലാപ്പറ്റയുടെ ഗാനാലാപനത്തോടെയാണ് തുടങ്ങിയത്. കരിമ്പയിലെയും സമീപ പ്രദേശങ്ങളിലെയും 25 പ്രാദേശിക ഗായകർ പാട്ടുകൂട്ടത്തിൽ ഇമ്പമേറിയ പാട്ടുകൾ പാടി. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായാണ് പാട്ടുകൂട്ടം സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികൾ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമന്വയ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ഗായകനും നാടൻപാട്ട് കലാകാരനും ആൽബം ആർട്ടിസ്റ്റുമായ നരേൻ പുലാപ്പറ്റ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സമന്വയ സെക്രട്ടറി VP ജയരാജൻ, കരിമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കോമളകുമാരി, സമന്വയ ഭാരവാഹികളായ ചന്ദ്രികാഭായ്, CP കോമളവല്ലി, KR ബിന്ദു, അരുൺ രാജ്, PM ബൾക്കീസ്, വിനോദ് കാഞ്ഞിക്കുളം, ഗിരീഷ് കുമാർ, സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. പാണ്ടിക്കാട് കൊടശ്ശേരി സെൽറ്റ ഫുട്ബോൾ അക്കാദമി ടീമിന്റെ ജേഴ്സി പ്രകാശനവും ജില്ലാ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അപ്പോളോ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന കൂട്ടായ്മയാണ് കൊടശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സെൽറ്റ ഫുട്ബോൾ അക്കാദമി. ഇതിൻ്റെ ജേഴ്സി പ്രകാശനവും ജില്ലാതല സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ ആളുകൾക്ക് മത്സരിക്കാനൊരു അവസരമുണ്ടായിരുന്നത്, എന്നാൽ അതിൽ നിന്ന് മാറി ഇന്ന് ISL പോലെയുള്ള കേരള ലീഗ് പോലെയുള്ള ഒരുപാട് പ്രൊഫഷണൽ ടൂർണമെൻറ്റുകൾ ഇന്ന് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടി. ഇപ്പോൾ നമ്മുടെ അഭിമാനമായി ഇവിടെ ഇരിക്കുന്ന അഫ്സൽ മുത്തു അടക്കം സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാനുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു ജംഷഡ്പൂർ FC വേണ്ടി ഇന്നലെ ഗോളടിച്ച ചെറുപ്പക്കാരൻ നമ്മളെ ഇതുപോലൊരു അക്കാഡമിക്ക് നിലമ്പൂർ നേതൃത്വം കൊടുത്ത കമാൽ ഖാൻ്റെ മകനാണ്. ഇന്നലെ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ കണ്ടു. അപ്പോൾ ഇത്തരം അക്കാഡമികളിലൂടെ ഇന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് കുട്ടികൾ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കളിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു വളരുന്നുണ്ട്. സന്തോഷ് ട്രോഫി താരം VK അഫ്ദൽ മുത്തു ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. ഇതിൻ്റെ പിന്നിൽ നടക്കണ ഈ കുറച്ച് ആൾക്കാർ ഇവർക്ക് വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. നിങ്ങളിൽ നിന്ന് ഇതേപോലെ മൂപ്പര് പറഞ്ഞ പോലെ 1-2 ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ 1-2 ക്ലബ് പ്ലേയേഴ്സ് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസും കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ്, ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതിനെ സംസാരിച്ചിരുന്നു, കുറച്ച് പ്ലേയേഴ്സെങ്കിലും ഒരു നല്ല ക്ലബിനോ നല്ല ഡിപ്പാർട്ട്മെൻറ്റിനോ കളിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധനം അതാണ്. അപ്പോൾ ഷെരീഫ് മുല്ലക്കാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T സുലൈഖ, ഗ്രാമപഞ്ചായത്ത് അംഗം P സലീൽ, CKR ഇന്നിപ്പ, സഫീർ പട്ടാണി, നിസാർ പൊറ്റയിൽ, സഫ്തർ ഷാൻ, MK റമിൽ, ഷിഹാബ് ബാബു, MK സലീം, ചെറിയാപ്പ, അഷറഫ് പാലൂരാൻ, അഫീഫ്, യാസിർ അദു, മെഹറൂഫ്, കുഞ്ഞു കട്ടക്കുളം, മുത്തു കൊടശ്ശേരി, ഷിബിഷ്, PG അനീഷ്, അക്ബർ, ഷിബു, റിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതോടെ ഷൊർണൂർ നിലമ്പൂർ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ വരുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാർ.
മെമു വണ്ടികൾ ഓടിക്കാൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ശുപാർശ ചെയ്തത് ഇതിന്റെ ആദ്യപടി. വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്ന് സൂചന. ഒറ്റപ്പാലം പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായി നൂറുകണക്കിന് യാത്രക്കാർ. ജോലിക്കും പഠനത്തിനുമായി പോകേണ്ടവർക്ക് മറ്റു സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ലോകത്തിന്റെ ഗതിവിഗതികൾക്കൊപ്പം സഞ്ചരിക്കാൻ പുതുതലമുറയെ പ്രാപ്തരാക്കേണ്ടതുണ്ടെന്നും മന്ത്രി. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കുലക്കല്ലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് നവീകരണം തുടങ്ങാൻ തീരുമാനം. NHMന്റെ സഹകരണത്തോടെ പഞ്ചായത്ത് പ്രവൃത്തികൾ നടത്തും. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന് 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. പെരിന്തൽമണ്ണയിൽ അംഗൻവാടിക്കും വാഹനങ്ങൾക്കും ഭീഷണിയായ മതിൽ പൊളിച്ചുമാറ്റി പുതിയ മതിലിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. താലൂക്ക് സഭയിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയത്തിൽ ഇടപെടലുണ്ടായത് മലബാർ സിറ്റി ന്യൂസ് വാർത്തയെ തുടർന്നു.